പ്രിയ വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ്, സൊല്യൂഷൻ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി ഈ 3 ചാപ്റ്റേഴ്സ് വളരെ ഭംഗിയായി വിജയകരമായി പൂർത്തിയാക്കി. നമ്മളിനി പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നു. ചാപ്റ്ററുടെ പേരാണ് സർഫസ് കെമിസ്ട്രി. സർഫസ് കെമിസ്ട്രി നമ്മൾ ഇതുവരെ ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊന്നും പഠിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ഒരു പുതിയ പാഠമാണിത്. മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ് സർഫസ് കെമിസ്ട്രി നോക്കാം. പേരിൽ തന്നെയുണ്ട്, ഏതോ ഒരു സർഫസിനെ കുറിച്ചിട്ടുള്ള പഠനമായിരിക്കണം അല്ലേ? അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ലാസ്റ്റിൽ നമ്മൾ കോറോഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് പഠിച്ചു. കോറോഷൻ അല്ലേ? ആ കോറോഷനിൽ എന്താ സംഭവിക്കുന്നത്? മെറ്റലിന്റെ സർഫസിൽ എൻവയോൺമെന്റിന്റെ ആക്ഷൻ വഴി പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും അല്ലെ? അപ്പൊ റെസ്റ്റ്, ഇരുമ്പിന് റെസ്റ്റിങ് സംഭവിക്കുന്നു. അവിടെ റെസ്റ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ഇരുമ്പിന്റെ സർഫസിലാണ്, അല്ലാതെ അതിന്റെ ഉള്ളിലല്ല. That means the rust formation is a phenomenon which takes place at the surface of this iron. Actually, the surface is an interface between iron and air. ഇരുമ്പിനെയും എയറിനെയും പരസ്പരം വേർതിരിക്കുന്ന സർഫസ് ആണ് ഇന്റർഫേസ്. ഇന്റർഫേസ് മീൻസ് സർഫസ്. ആ സർഫസിലാണ് കോറോഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ സംഭവിച്ചത്. അതേ പാഠത്തിൽ, അതായത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ വേറൊന്ന് പഠിച്ചു, ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് അവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോഡിൽ ഒരു മെറ്റലിന്റെ ഡെപ്പോസിഷൻ നടക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോൺ മെറ്റലിന്റെ ലിബറേഷൻ നടക്കും അല്ലെ? അപ്പോൾ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ഡെപ്പോസിഷൻ നടക്കുന്നത്, ഇലക്ട്രോലൈറ്റിലെ മെറ്റലിന്റെ ഡെപ്പോസിഷൻ നടക്കുന്നത് ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിന്റെ സർഫസിലാണ്, അല്ലെങ്കിൽ നോൺ മെറ്റൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു മെറ്റലിന്റെ സർഫസിലാണ് അല്ലെ? ദാറ്റ് മീൻസ് ഇലക്ട്രോലിറ്റിക് പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് ദി സർഫസ് ഓഫ് എ പെർട്ടിക്കുലർ സബ്സ്റ്റൻസ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ബൾക്ക് ഫേസുകളെ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്ന ഇന്റർഫേസിൽ ചില പ്രോസസ്സുകൾ നടക്കാറുണ്ട്, ചില ഫിനോമിന നടക്കാറുണ്ട്, ചില പ്രതിഭാസങ്ങൾ നടക്കാറുണ്ട്. അത്തരം പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ബ്രാഞ്ചാണ്, കെമിസ്ട്രിയുടെ ഒരു പ്രത്യേക ബ്രാഞ്ചാണ് സർഫസ് കെമിസ്ട്രി. സോ സർഫസ് കെമിസ്ട്രി ഇസ് ദി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. കാരണം സർഫസ് കെമിസ്ട്രി ഇസ് ദി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the study of phenomena takes place at the interface separating two bulk phases. രണ്ട് ബൾക്ക് ഫേസുകളെ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്ന ഇന്റർഫേസിൽ നടക്കുന്ന ഫിനോമിനകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്തെന്ന് നമ്മുടെ സർഫസ് കെമിസ്ട്രി. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the study of phenomena which takes place at the interface or at the surface of the substance. Okay, so അതെന്താണ് മനസ്സിലായി? Study of phenomena at the surface of substances. ഓക്കെ, അപ്പൊ സർഫസ് കെമിസ്ട്രി എന്നാണ് ക്ലിയർ. എക്സാമ്പിൾ പറയാം, അങ്ങനെയുള്ള ഫിനോമിനക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു കോറോഷൻ, ഇലക്ട്രോളിസിസ് പ്രോസസ്സസ്, ഇലക്ട്രോളിറ്റിക് പ്രോസസ്സസ്, ക്രിസ്റ്റലൈസേഷൻ, ഡിസൊല്യൂഷൻ. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ പഴയ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച സർഫസ് ഫിനോമിനകളാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും അത് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സർഫസ് ഫിനോമിനനാണ്, കേൾക്കണം, ആദ്യത്തെ സർഫസ് ഫിനോമിനനാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സർഫസ് ഫിനോമിനൻ, and that is called adsorption. നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പുതിയ ടേം ആയിരിക്കും ഇത്,
adsorption. 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 അപ്പൊ എന്താണ് ഈ സംഗതി നോക്കാം. നേരെ നോക്കുന്നത് അബ്സോർപ്ഷൻ അല്ല, അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ. അപ്പൊ എന്താണ് സംഗതി? ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. അപ്പൊ മക്കളെ, ഓക്കെ, നമ്മൾ എന്താക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഈ സ്കെച്ച് കൊണ്ട് ഈ മാർക്കർ പെണ്ണ് കൊണ്ട് ഈ ബോർഡിൽ എഴുതുന്നു. നോക്കിയേ, എഴുതുന്നു. അപ്പോൾ ഇതിലുള്ള ഇങ്ക് ഇതിന്റെ ഈ ബോർഡിന്റെ സർഫസിൽ പറ്റി പിടിച്ചു. ഇതിലുള്ള ഇങ്ക് ഈ ബോർഡിന്റെ സർഫസിൽ അങ്ങ് പറ്റി പിടിച്ചു. ശരിയല്ലേ? അല്ലാതെ ഈ ഇങ്ക് ഈ ബോർഡിന്റെ ഉള്ളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഇതിന്റെ സർഫസിൽ മാത്രമാണ്. ഇതിലെ കളർ പിഗ്മെന്റുകൾ, ഈ സ്കെച്ചിലെ ഈ മാർക്കറിലെ കളർ പിഗ്മെന്റുകൾ ഇതിന്റെ സർഫസിലാണ് പറ്റി പിടിച്ചിട്ടുള്ളത്, അല്ലെ? വേറെ എക്സാമ്പിൾ, ഞാൻ വാട്ടർ വേപ്പർ ഉള്ള ഒരു എൻവയോൺമെന്റ് എടുക്കുന്നു. ഇതൊരു കമ്പാർട്ട്മെന്റ് ആണ്. ഇതിൽ നിറച്ചും വാട്ടർ വേപ്പർ ഉണ്ട്. മോയ്സ്ചർ. അപ്പോൾ ഈ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഒരുപാട് വാട്ടർ വേപ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ വാട്ടർ വേപ്പേഴ്സ് ആണ്. ഞാൻ ഈ വാട്ടർ വേപ്പർ ഉള്ള കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് ഒരു പുതിയ സാധനം കൊണ്ടുവരാണ്. എന്തിനറിയാം? അതിന്റെ പേരാണ് സിലിക്ക ജെൽ. സിലിക്ക ജെൽ. ഈ വാട്ടർ വേപ്പർ ഉള്ള ഈ സ്ഥലത്തേക്ക് ഞാൻ സിലിക്ക ജെൽ കൊണ്ടുവരാണ്. സിലിക്ക ജെൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ചെറിയൊരു പാക്കറ്റിൽ കുറേ ചെറിയ ചെറിയ തരികൾ പോലുള്ള സാധനങ്ങൾക്ക് കിട്ടും. ചെറിയൊരു പാക്കറ്റിന്റെ ഉള്ളിൽ പാറ്റഗുളിക പോലെ നമ്മൾ കിട്ടും. അത് സിലിക്ക ജെല്ലാണ്. അപ്പൊ ഈ സിലിക്ക ജെല്ലിന്റെ ഒരു ചെറിയൊരു ക്രിസ്റ്റലാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ വാട്ടർ വേപ്പറുള്ള എൻവയോൺമെന്റിലേക്ക്, ഈ അറ്റ്മോസ്ഫിയറിലേക്ക്, ഈ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ സിലിക്ക ജെല്ല് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ രണ്ട് ഫേസുകളുണ്ട്. ഒന്ന് സിലിക്ക ജെല്ല്, അതായത് രണ്ട് സബ്സ്റ്റൻസുകളുണ്ട്. ഒന്ന് സിലിക്ക ജെല്ല്, പിന്നെ ഒന്ന് വാട്ടർ വേപ്പർ. ഇതാണ് രണ്ട് ഫേസുകൾ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സംഗതി കാണാൻ പറ്റും. എന്തെന്ന് പറഞ്ഞാൽ ഈ സിലിക്ക ജെല്ലിന്റെ സർഫസിൽ ഭയങ്കരമായിട്ട് മോയ്സ്ചർ, വാട്ടർ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. വാട്ടർ ഡ്രോപ്പുകൾ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. സിലിക്ക ജെല്ലിന്റെ സർഫസിൽ മോയ്സ്ചർ കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എവിടെ നിന്ന് വന്നു? അത് വന്നതില്ല ഇവിടെയുള്ള നോക്കണം. ഈ വാട്ടർ വേപ്പർ എൻവയോൺമെന്റ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അവിടെയുള്ള വാട്ടർ വേപ്പേഴ്സ് ഇതിന്റെ സർഫസിൽ എക്സസീവായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. നിങ്ങളെങ്ങാനും ഈ സിലിക്ക ജെല്ലിനെ പൊളിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളിലുണ്ടാവില്ല. അത് വാട്ടർ വേപ്പർ ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവില്ല, സർഫസിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ കേൾക്കണം, ഒരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ വേറൊരു സബ്സ്റ്റൻസ് എക്സസീവായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു. സർഫസിൽ മാത്രം, എവിടെയല്ല, ഉള്ളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ? നമ്മൾ ഈ കളർ ഇത് പിഗ്മെന്റ്, ഈ മാർക്കറിലെ കളർ പിഗ്മെന്റ് ഈ ബോർഡിന്റെ സർഫസിൽ പറ്റിപ്പിടിക്കുന്നു. സർഫസിൽ മാത്രം. ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ചോക്കിലെ പാർട്ടിക്കിൾസ് ബ്ലാക്ക് ബോർഡിന്റെ സർഫസിലാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ എക്സസീവായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ആ പ്രോസസ് ആണ് അഡ്സോർപ്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് പറഞ്ഞത്. എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അക്യുമുലേഷൻ ഓഫ് വൺ സബ്സ്റ്റൻസ് ഓൺ ദി സർഫസ് ഓഫ് അനദർ സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് ദി, കേൾക്കണം, ഇറ്റ് ഈസ് ദി ഫിനോമിനൻ ഓഫ്, ഇതൊരു ഫിനോമിനൻ ആണ്. എന്തേ? ഉള്ളിലോട്ട് പോകുന്നില്ല, സർഫസിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എല്ലാ സമയത്തും അതങ്ങനെയല്ല, എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെയല്ല. സിലിക്ക ജെല്ലിന് പകരം വേറൊരു സാധനം കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ അതിന്റെ ഉള്ളിലോട്ട് സ്പ്രെഡ് ചെയ്യും. നമ്മളത് പിന്നീട് പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദി ഫിനോമിനൻ ഓഫ് അക്യുമുലേഷൻ ഓഫ്, ഓക്കെ, അക്യുമുലേഷൻ ഓഫ് വൺ സബ്സ്റ്റൻസ് ഓൺ അതർ സബ്സ്റ്റൻസ്. ഓക്കെ, അതെങ്ങനെ അറിയാവോ? ഇപ്പൊ സർഫസിൽ വാട്ടർ വേപ്പർ ഇല്ലേ? സർഫസിൽ വാട്ടർ വേപ്പർ ഉണ്ട്, എവിടേക്ക് കുറച്ച് വാട്ടർ വേപ്പർ ഉണ്ട്.
ശരിക്കും ഈ വാട്ടർ വേപ്പറിന്റെ ബൾക്ക് ഫേസ് ഇതാണ്, ഇവിടെയാണ് കൂടുതലുള്ളത് കൂടുതലുണ്ടായത് ഇവിടെയാണ്. പക്ഷെ ആ ബൾക്ക് ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് വോളിയം എടുത്താൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ ഈ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. സർഫസിൽ യൂണിറ്റ് ഏരിയയിൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ടോ അതിനേക്കാൾ കുറവായിരിക്കും ഇവിടെ. അതായത് സർഫസിൽ എക്സസീവ് ആയിട്ട് ആ പറഞ്ഞതിന് മീനിങ് വെറുതെ അക്യുമുലേറ്റ് ചെയ്യുന്നല്ല, സർഫസിൽ എക്സസീവ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു. വേറൊരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ എക്സസീവ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് ദി അഡ്സോർപ്ഷൻ. ഒന്നുകൂടി നിങ്ങൾ ആ ഡെഫിനിഷൻ നോക്കി. ഇറ്റ് ഈസ് ദി ഫിനോമിനൻ ഓഫ് accumulation of one substance over other substance, another substance. Okay അല്ലേ? അപ്പൊ അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് പറയാം. സ്റ്റിക്കിംഗ് ഓഫ് കളർ പിഗ്മെന്റ് ഓഫ് മാർക്കർ പെൻ ഓൺ വൈറ്റ് ബോർഡ് ഓർ സ്റ്റിക്കിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ചോക്ക് ഓൺ ബ്ലാക്ക് ബോർഡ്. ഇതാണോ? വേറൊരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത്. എന്താണ്? വെൻ സിലിക്ക ജെൽ, ഇത് സിലിക്ക ജെൽ ആണ്. ഓക്കെ, സിലിക്ക ജെൽ. വെൻ സിലിക്ക ജെൽ is introduced in a water vapor environment, water vapors are excessively accumulated on the surface of the silica gel. Clear ആണല്ലോ? ഫിനോമിനൻ ക്ലിയർ ആണല്ലോ? സബ്സ്റ്റൻസ് ഇത് സംശയമില്ല. അപ്പൊ ഇത് വാട്ടർ വേപ്പർ, സിലിക്ക ജെൽ. ഇനി ഞാൻ ഈ അബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടേംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ഇപ്പോൾ. ഒന്ന്, ഇപ്പൊ ഇവിടെ രണ്ട് സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ഒന്ന് അഡ്സോർബ് ചെയ്യുന്നു, ഒന്ന് മറ്റൊന്നിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്യുന്നു, ഒന്നിന്റെ സർഫസിൽ അഡ്സോർപ്ഷൻ സംഭവിക്കുന്നു. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഇതാണ് ഇതിന്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുന്നത്, ഇതിന്റെ സർഫസിലാണ് അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ എന്തിന്റെ സർഫസിലാണോ, ഏത് സബ്സ്റ്റൻസിന്റെ സർഫസിലാണോ അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത്, ഏത് സബ്സ്റ്റൻസിന്റെ സർഫസിലാണോ അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത് അതിന് പറഞ്ഞ പേരാണ്, കേൾക്കണം മറന്നുകൂടെ, അഡ്സോർബന്റ്. അഡ്സോർബന്റ്, അഡ്സോർബന്റ്. The substance over which the adsorption takes place, substance over which the adsorption takes place is called adsorbent. ഈ അഡ്സോർബന്റിന്റെ സർഫസിൽ ആരാണോ അഡ്സോർബ് ചെയ്യുന്നത് അയാളെ പറഞ്ഞ പേരാണ് അഡ്സോർബേറ്റ്. അഡ്സോർബേറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ആരാണ് ഇവിടെ അഡ്സോർബേറ്റ്? വാട്ടർ വേപ്പർ ആണ് അഡ്സോർബേറ്റ് അല്ലെ? വാട്ടർ വേപ്പർ ആണ് അഡ്സോർബ് ചെയ്തത് എന്തിന്റെ സർഫസ്? സിലിക്ക ജെല്ലിന്റെ സർഫസിൽ. സോ സിലിക്ക ജെൽ ഈസ് അഡ്സോർബന്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇൻ അഡ്സോർപ്ഷൻ. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് നോക്കിക്കോ. ഇൻ അഡ്സോർപ്ഷൻ അഡ്സോർബേറ്റ് ഈസ് അഡ്സോർബ്ഡ് ഓൺ ആൻ അഡ്സോർബന്റ്. ഇൻ അഡ്സോർപ്ഷൻ അഡ്സോർബേറ്റ് ഈസ് അഡ്സോർബ്ഡ് ഓൺ ആൻ അഡ്സോർബന്റ്. അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത് അഡ്സോർബന്റിന്റെ സർഫസിൽ അഡ്സോർബേറ്റ് അഡ്സോർബ് ചെയ്യുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇതിനടുത്ത് നോക്കോ, ഇപ്പൊ ഇവിടെ എല്ലാം എന്താണ് അഡ്സോർപ്ഷൻ സംഭവിച്ചതല്ലേ? ഇതാ കളർ പിഗ്മെന്റിലെ വൈറ്റ് ബോർഡിൽ എന്തായി? അഡ്സോർബ് ചെയ്തു. ഞാനിതിനെ ഒഴിവാക്കും. അഡ്സോർബ് ചെയ്ത കളർ പിഗ്മെന്റ്സിനെ ഞാൻ റിമൂവ് ചെയ്തു. അതായത് ബോർഡ് ആകുന്ന അഡ്സോർബന്റിന്റെ സർഫസിൽ നിന്ന് കളർ പിഗ്മെന്റ് ആകുന്ന അഡ്സോർബേറ്റിനെ ഞാൻ റിമൂവ് ചെയ്തു. ഇങ്ങനെ അഡ്സോർബന്റിന്റെ സർഫസിൽ നിന്ന് നീക്കം ചെയ്യുന്ന, റിമൂവ് ചെയ്യുന്ന, ഒഴിവാക്കുന്ന ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഡിസോർപ്ഷൻ. എന്തുവാ? ഡിസോർപ്ഷൻ. 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 കുറെ ടേമുകൾ പറഞ്ഞേ മനസ്സിലാവണം, അങ്ങനെ ഉണ്ടാവണം. അടുത്തത് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, വേറൊരു കാര്യം പറയാം. ഇതേ വാട്ടർ എൻവയോൺമെന്റ് അവിടേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് അറിയാവോ? നേരെ നോക്കണം. സിലിക്ക ജെല്ലിന് പകരം, ഇവിടെ തന്നെ വാട്ടർ വേപ്പർ ഉണ്ട്, സിലിക്ക ജെല്ലിന് പകരം ഞാൻ കൊണ്ടുവരുന്നത് ആൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. എന്തുവാ?
ആൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ആൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. അപ്പൊ എന്താവും അറിയോടെ? നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സർഫസിലെല്ലാം വാട്ടർ വേപ്പർ കാണാൻ പറ്റും. അത് പൊളിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളിലും വാട്ടർ വേപ്പർ ഉണ്ടാകും. വാട്ടർ ഉണ്ടാകും. വേപ്പർ അല്ല, വാട്ടർ ഉണ്ടാകും. എന്ന് പറഞ്ഞാല് ഈ വാട്ടർ, അതായത് ഈ വാട്ടർ വേപ്പർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സിലിക്ക ജെൽ എന്ന് പറയുന്ന സബ്സ്റ്റൻസിന്റെ ബോഡിയിൽ യൂണിഫോം ആയിട്ട് ത്രൂ ഔട്ട് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. ക്ലിയർ ആണോ? ആൻഡ് ദിസ് ഫിനോമിനൻ, അതായത് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൂടാതെ, സർഫസിൽ മാത്രമല്ല ആ സബ്സ്റ്റൻസിന്റെ ബോഡി മുഴുവനായിട്ടും യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരാണ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ. നമ്മളിപ്പോ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ചായയിൽ മുക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂടോ? ചായ ബിസ്ക്കറ്റിന്റെ എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും. അത് അബ്സോർപ്ഷൻ ആണ്. ചോക്ക് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയാലോ വെള്ളം ചോക്കിന്റെ ഉൾഭാഗത്തേക്ക് കടന്നു ചെല്ലും. അതും അബ്സോർപ്ഷൻ ആണ്. ഓക്കെ, നമ്മൾ ഗുലാബ് ജാമില് എന്താ പറയാ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും ഉള്ളിലും സർഫസിലെല്ലാം എൻ്റർ ചെയ്യുന്നില്ലേ? അത് അബ്സോർപ്ഷൻ ആണ്. അപ്പൊ അബ്സോർപ്ഷനും ക്ലിയർ ആയി. അബ്സോർപ്ഷൻ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞിട്ട് ഈ രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ മതി. എന്താണ്? ഇറ്റ് ഈസ് ദി ഫിനോമിനൻ ഓഫ് അക്യുമുലേഷൻ ഓഫ് വൺ സബ്സ്റ്റൻസ് ഓവർ അനദർ സബ്സ്റ്റൻസ് ഓൺ ദി സർഫസ് ഓഫ് അനദർ സബ്സ്റ്റൻസ്. ഓക്കെ, ദെൻ ഇത് is the phenomenon of a spreading of one substance throughout the body of other substance. Okay, പിന്നെ അവിടെ നിന്നാണ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാം? when silica gel is introduced in water vapor environment, water molecules are accumulated on the surface of the silica gel. when anhydrous calcium chloride, zinc chloride അല്ല, anhydrous calcium chloride, when anhydrous calcium chloride is introduced in water vapor environment, എന്ത് സംഭവിക്കുന്നു? കാൽഷ്യം ക്ലോറൈഡിന്റെ സർഫസിൽ മാത്രമല്ല യൂണിഫോം ആയിട്ട് മുഴുവനായിട്ടും സ്പ്രെഡിങ് സംഭവിക്കുന്നു. ഓക്കെ അല്ലേ? ചില സമയങ്ങളിൽ അബ്സോർപ്ഷനും ഒരുമിച്ച് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരാണ് സോർപ്ഷൻ. ഓക്കെ, സോർപ്ഷൻ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ബ്ലാക്ക് ബോർഡിലെല്ലാം കൊടുക്കുന്ന പിന്നെ കളർ ഉണ്ടല്ലോ, ആ കളറിലേക്ക്, ആ ബ്ലാക്ക് കളറിലേക്ക് നമ്മൾ ചോക്കിനെടുത്ത് ഇങ്ങനെ മുക്കാണെന്ന് വിചാരിക്കാം. മുക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചോക്കിന്റെ സർഫസിൽ ആ പിന്നെ കളറിലുള്ള കളർ പിഗ്മെന്റുകൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇനി ആ ചോക്കിനെ പൊളിച്ചു നോക്കിയാലോ അതിന്റെ ഉള്ളിൽ ഈ പിന്നെ കളറിലുള്ള സോൾവെന്റ് മുഴുവനും യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പൊ അവിടെ അബ്സോർപ്ഷനും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് സോർപ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോ എന്താണ് സർഫസ് കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായി. ആ സർഫസ് കെമിസ്ട്രിയിൽ 2-3 എക്സാമ്പിൾ സർഫസ് ഫിനോമിനൻ ആയിട്ട് നമ്മൾ പഠിച്ചു. സ്പെഷ്യലായിട്ട് നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സർഫസ് ഫിനോമിനൻ ആണ് അഡ്സോർപ്ഷൻ. ആ അഡ്സോർപ്ഷനിൽ നമ്മൾ ടെക്നിക്കൽ ടേം ആയിട്ട് പറഞ്ഞതാണ് അഡ്സോർബന്റ്, അഡ്സോർബേറ്റ്, ഡിസോർപ്ഷൻ, പിന്നെ അഡ്സോർപ്ഷനും ഒരുമിച്ച് സംഭവിക്കുന്നതാണ് സോർപ്ഷൻ. അത് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളിനി അഡ്സോർപ്ഷൻ പഠിക്കുന്നില്ല. ഈ 2 എണ്ണത്തിൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന അഡ്സോർപ്ഷനെ കുറിച്ചിട്ടാണ്. അഡ്സോർപ്ഷനെ കുറിച്ച് മാത്രമേ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. പറയാലോ? അതായത് മക്കളെ, എങ്ങനെയാണ് അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദി മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ? ഓഫ് അഡ്സോർപ്ഷൻ? അങ്ങനെയാണ് ചില സബ്സ്റ്റൻസിന്റെ സർഫസിൽ മാത്രമായിട്ട് ഇങ്ങനെ ഒരു പറ്റിപ്പിടിക്കൽ നടക്കുന്നത്. മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. വാട്ട് ഈസ് ദി മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ? അപ്പൊ അവിടെ സംഗതി എന്തെന്നറിയാവൂടാ?
ഈ അഡ്സോർബന്റ് ഉണ്ടല്ലോ, അഡ്സോർബന്റ് ഇതിന്റെ സർഫസിലാണ് അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത്. അതാണ് അഡ്സോർബന്റ്. ഈ അഡ്സോർബന്റിന്റെ സർഫസിൽ ഉള്ള മോളിക്യൂൾസ് നേരെ നോക്കും. ഞാനൊരു അഡ്സോർബന്റ് എടുക്കുന്നു. ഇതാണ് അഡ്സോർബന്റ്. അതിന്റെ സർഫസ് ആണ് ഇത്. അതിന്റെ ഉൾഭാഗമാണ്, ഇന്നർ പാർട്ടാണ് ഇത്. ഈ ഇന്നർ പാർട്ടിലുള്ള ഒരു മോളിക്യൂളിനെ നിങ്ങൾ കൺസിഡർ ചെയ്ത് അതിനെ ചുറ്റുമായിട്ട് സറൗണ്ടിങ്സിൽ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ കുറെ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ കുറെ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഈ മോളിക്യൂളുകൾ, അടുത്തടുത്തുള്ള മോളിക്യൂളുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, ഇന്റർ മോളിക്യുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിന് ഇതാ ഈ മോളിക്യൂളിനെ ചുറ്റുമുള്ള എല്ലാ മോളിക്യൂൾസും പരസ്പരം അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതിന് ഈ മോളിക്യൂൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? പക്ഷേ ആ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഇല്ലേ? അപ്പൊ ഇങ്ങോട്ടുള്ള ഫോഴ്സിനെ ഇങ്ങോട്ടുള്ള ഫോഴ്സ് ബാലൻസ് ചെയ്യും. അതേപോലെ ഇങ്ങോട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ ഇങ്ങോട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ബാലൻസ് ചെയ്യും. ഇങ്ങോട്ടുള്ള ഫോഴ്സിന് ഇങ്ങോട്ടുള്ള ഫോഴ്സ് ബാലൻസ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഇന്നർ സൈഡിലുള്ള ഒരു മോളിക്യൂളിന്റെ മുകളിലുള്ള എല്ലാ ഫോഴ്സുകളും പരസ്പരം ബാലൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. Okay, but this is the case for the molecule inside the surface. I mean inside the substance. പക്ഷെ ഇങ്ങനെയല്ല, സർഫസിലുള്ള മോളിക്യൂൾ കൺസിഡർ ചെയ്താൽ ഇങ്ങനെയല്ല. സർഫസിലെ എൻവയോൺമെന്റ് ഇങ്ങനെയല്ല. അതായത് സർഫസിലെ മോളിക്യൂൾസിന്റെ കേസ് എടുത്താൽ ഇങ്ങനെയല്ല. നോക്കിക്കോ, നമുക്ക് നോക്കുക. ഇത് സർഫസിലുള്ള ഒരു മോളിക്യൂളാണ്. ഇതാ സർഫസിലുള്ള ഒരു മോളിക്യൂളാണ് ഇത്. ഇത് സർഫസിലുള്ള മോളിക്യൂളിന്റെ തൊട്ടടുത്തുള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണെന്ന് അറിയടാ, ഈ സബ്സ്റ്റൻസിന്റെ മുകളിൽ ഇങ്ങോട്ടുള്ള ഫോഴ്സിനെ ഇങ്ങോട്ടുള്ള ഫോഴ്സ് ബാലൻസ് ചെയ്യും. ഇങ്ങോട്ടുള്ള ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ അങ്ങോട്ടൊരു ഫോഴ്സ് ഇല്ല. ഇങ്ങോട്ടുള്ള ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സുകൾ പരസ്പരം ബാലൻസ് ചെയ്യപ്പെടുന്നില്ല. എങ്കിൽ ഇങ്ങോട്ടുള്ള ഫോഴ്സിന്റെയും ഇങ്ങോട്ടുള്ള ഫോഴ്സിന്റെയും റിസൾട്ടന്റ് ആയിട്ടുള്ള ഫോഴ്സ് അതെങ്ങോട്ടാണ്? അതിങ്ങോട്ട് താഴോട്ടൊരു ഫോഴ്സ് ഈ മോളിക്യൂളിന്റെ മുകളിൽ ആക്ട് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ സർഫസിൽ ഒരുപാട് മോളിക്യൂൾസ് ഇല്ലേ? അപ്പോൾ സർഫസിലുള്ള എല്ലാ മോളിക്യൂളിന്റെ മുകളിലും താഴോട്ടൊരു ഇൻവേർഡ് ഫോഴ്സ്. ആ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്, റെസിഡ്യുവൽ ഫോഴ്സ്. റെസിഡ്യുവൽ ഫോഴ്സ് ബാലൻസ് ചെയ്യപ്പെടാതെ ബാക്കിയായ ഫോഴ്സ് ഉണ്ടാകും. സർഫസിലുള്ള എല്ലാ മോളിക്യൂളിന്റെ മുകളിലും ഇങ്ങനെ ഒരു റെസിഡ്യുവൽ ഫോഴ്സ് ഉണ്ടാകും. And this unbalanced forces are responsible for adsorption. ഈ ഫോഴ്സുകൾ വഴിയാണ് ഇതിന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ ഈ സർഫസിലുള്ള മോളിക്യൂൾസ് അട്രാക്ട് ചെയ്ത് പറ്റിപ്പിടിപ്പിക്കുന്നത്. ഓക്കെ, അതിന്റെ സർഫസിൽ സ്റ്റിക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഫോഴ്സ്, അഡ്സോർപ്ഷന് കാരണമായിട്ടുള്ള ഫോഴ്സ്, അഡ്സോർബന്റിന്റെ സർഫസിലുള്ള മോളിക്യൂളുകളുടെ മുകളിലുള്ള അൺബാലൻസ്ഡ് ഫോഴ്സുകളാണ്. ക്ലിയറായല്ലോ? അപ്പൊ ഒന്നുകൂടി നോക്ക്, എന്താണ് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ? ഒരു അഡ്സോർബന്റ് എടുത്തു കഴിഞ്ഞാൽ അഡ്സോർബന്റിന്റെ ഇൻസൈഡിലുള്ള പാർട്ടിക്കിളിന്റെ മുകളിൽ ചുറ്റുപാടുള്ള മോളിക്യൂൾസ് അവിടെ നിന്നും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഫോഴ്സ് ആക്ട് ചെയ്യും. പക്ഷെ ടോട്ടൽ ഫോഴ്സ് ഒരു ഇന്നർ ഭാഗത്തുള്ള ഒരു മോളിക്യൂളിന്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. എല്ലാ ഫോഴ്സുകളും പരസ്പരം ബാലൻസ് ചെയ്യപ്പെടുന്നു. ബട്ട് ഇതങ്ങനെയല്ല. ഒരു സർഫസിലുള്ള മോളിക്യൂൾസിന്റെ എൻവയോൺമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. സർഫസിലുള്ള മോളിക്യൂൾസിനെ ചുറ്റുപാടിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും മോളിക്യൂൾസ് സറൗണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ റെസിഡ്യുവൽ ഫോഴ്സ് ഉണ്ടാകും, അൺബാലൻസ്ഡ് ഫോഴ്സുകൾ ഉണ്ടാകും. ആ ഫോഴ്സുകൾ വഴിയാണ് അഡ്സോർബന്റ് മോളിക്യൂൾസ് അഡ്സോർബേറ്റ് മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കൊന്നായിട്ട് നോക്കി.